അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ അനുദിനം നിൻ പദം ഗതിയേ അടിയാനു നിൻ കൃപമതിയേ അനുദിനം നിൻ പദം ഗതിയേ അടിയാനു നിൻ കൃപമതിയേ. 127ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. ഞായറാഴ്ചകളിലാണ് നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാനായിട്ട് കഴിയുന്നത്. ആ നിലയിൽ നാം ഒരുമിച്ച് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവിനെ നല്ല മനസ്സോടുകൂടി ആരാധിക്കാൻ കഴിയുന്നത് ഏറ്റവും ധന്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരപ്രേരണ കൂടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കുന്നതും ഒക്കെ കഴിയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മെ അതിശയകരമായിട്ട് നടത്തി. കർത്താവിൻ്റെ പ്രവർത്തികളെ നമ്മുടെ വ്യക്തിപര ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. ഇവിടെ വന്നിട്ട് അതിന് നന്ദി സൂചകമായി നമ്മുടെ അധരഫലം കൊണ്ട് തിരിച്ച് നാം ദൈവത്തിന് നന്ദി പറയുവാൻ കടപ്പെട്ടവരാണ്. എത്രയോ ഉപകാരങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം ചെയ്യുന്നത്. അത് ഓർത്താൽ നിശ്ചയമായിട്ട് നമുക്ക് ആർക്കും ശാന്തമായിട്ട് ഇവിടെ ഇരിക്കുവാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വർഷം നമ്മെ വ്യക്തിപരമായ നിലയിൽ കരുതിയ കർത്താവിൻ്റെ കരുതലുകളെ ഓർക്കുവാനും നിറഞ്ഞ മനസ്സോടെ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് കഴിയണം. തിരുവഴുത്തിൽ ഒത്തിരി പ്രിയപ്പെട്ടവർ ആരാധനയിൽ കൂടി നമ്മുടെ കർത്താവിനോടുള്ള ബഹുമാനം, നന്ദിയൊക്കെ സൂചിപ്പിക്കുന്ന ഒത്തിരിയേറെ തിരുവചന ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നുണ്ട്. ഏറ്റവും പ്രഥമമായി ദൈവമെന്ന് അറിഞ്ഞിട്ട് നാം ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ് ഒരർത്ഥത്തിൽ ആരാധന. അപ്പോൾ ദൈവത്തെ അറിഞ്ഞവർക്ക് ആർക്കും ഒരിക്കലും മൗനമായിരിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരു വർഷത്തിൽ ചെല്ലുവാനും പെട്ടകത്തിൻ്റെ അകത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരായി ദിശയറിയാതെ ഒഴുകി നടന്ന പെട്ടകത്തെ അരാരാത്ത് പർവ്വതത്തിൽ ദൈവം ഉറപ്പിച്ചപ്പോൾ നമുക്കറിയാം, പുറത്തുവിട്ട പക്ഷികൾ നിലമുണങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് ഒലിവില കൊണ്ടു കൊടുക്കുമ്പോൾ മേൽത്തട്ട് നീക്കി അവർ പുറത്തിറങ്ങിയിട്ട് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ക്രമീകരിക്കാനായിട്ട് അവിടെയുണ്ട്. നമുക്കറിയാം, വല്ലാതെ നഷ്ടപ്പെട്ട ഒരു പ്രപഞ്ചത്തിലോട്ടാണ്, അല്ലെങ്കിൽ ഒരു ഭൂമികയിലോട്ടാണ് അവർ ഇറങ്ങി നിൽക്കുന്നത്. അവിടെ അവർക്ക് തുടർന്ന് പുരോഗമിക്കുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുടെ അത്യാവശ്യ ക്രമീകരണങ്ങളൊക്കെ ആവശ്യമായിരിക്കെ നോഹ വീട് പണിയാനോ കാർഷിക മേഖലയിലോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുവാനോ തുനിയുന്നതിന് മുൻപേ ആദ്യമായിട്ട് അവിടെ യാഗപീഠം പണിതിട്ട് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ, പക്ഷികളിൽ നിന്ന് ചിലതിനെ എടുത്ത് ദൈവത്തിന് യാഗമർപ്പിക്കുകയാണ്. അനന്തരമായിട്ടാണ് തങ്ങളുടെ ശേഷമാകുന്ന കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതിന് വേണ്ടി അവരവരെ തന്നെ ഏൽപ്പിക്കുന്നതെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 8ാമത്തെ അധ്യായത്തിൻ്റെ സമാപന ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാറ്റിൻ്റെയും മുൻപിൽ നാം ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന് ചെയ്യാൻ നാം മനസ്സ് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഡിസോർഡറായി കിടക്കുന്നു എന്ന് നാം വിചാരിക്കുന്ന പല മേഖലകളുടെ മേലും കർത്താവിൻ്റെ അധികാരമുള്ള കരത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്നവരും അത് അനുഭവിക്കുന്നവരും സന്തോഷത്തോടെ ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. 21, 22 വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഹോമയാഗത്തിൻ്റെ ആ സൗരഭ്യവാസന ദൈവം മണത്തപ്പോൾ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവം അരുളി ചെയ്യുന്ന 3 പദപ്രയോഗങ്ങളുണ്ട്. ഞാനിനി ഭൂമിയെ ശപിക്കുകയില്ല, നശിപ്പിക്കുകയില്ല, പിന്നെയോ ശീതം, ഉഷ്ണം, വേനൽ, വർഷം, രാവ്, പകല് ഇതൊന്നും നിന്നുപോകയില്ല. നല്ല മനസ്സോടുകൂടി ദൈവത്തിന് സൗരഭ്യവാസനയായിട്ടുള്ള ഒരു യാഗം അർപ്പിച്ചപ്പം ദൈവം അവർക്ക് കനത്ത 3 പദങ്ങളാണ് അനുഗ്രഹമായി കൊടുക്കുന്നത്. ശപിക്കുകയില്ല, നശിപ്പിക്കുകയില്ല, നിന്നുപോകയില്ല. പ്രിയപ്പെട്ടവരെ, നല്ല മനസ്സോടുകൂടി ഈ എക്കാലവും ആരാധിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ഇതുപോലെ ചില അനുഗ്രഹത്തിൻ്റെ വാചകങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നല്ല മനസ്സോടെ നാം ദൈവത്തെ എന്ത് ചെയ്യണം? ശലോമോനാണ് 1000 ഹോമയാഗങ്ങൾ അർപ്പിച്ചു ആലയത്തിൻ്റെ സമർപ്പണ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട്. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു യാഗം തന്നെ കഷ്ടിച്ചാണ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അപ്പോൾ 1000 ഹോമയാഗം അർപ്പിച്ചു ആര്? ശലോമോന്.
സ്തോത്രം. വേണമെങ്കിൽ നമുക്ക് പല നിലകളിൽ എന്ത് ചെയ്യാം, അതിനെ ചിത്രീകരിക്കാം. പക്ഷെ അദ്ദേഹം അത് ചെയ്തു. അതുകൊണ്ട് എന്തുണ്ടായി നമുക്കറിയാമല്ലോ. വളരെ ചെറിയ പ്രായത്തിലെ ഒരു രാജ്യത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത ആ മനുഷ്യനെ വേറെ ആരെയും നിറയ്ക്കാത്തതുപോലെ ജ്ഞാനം കൊണ്ട് ദൈവം നിറച്ചു. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിയാൻ പറ്റുന്നുവെന്ന് കരുതുന്നു. ശലോമോനോട് ദൈവം ജ്ഞാനം കൊടുക്കുമ്പോൾ പറയുന്നു, നിനക്ക് മുൻപ് നിന്നെ പോലെ ഒരുത്തനില്ല, നിനക്ക് ശേഷവും നിന്നെ പോലെ ഒരുത്തൻ ഉണ്ടാകത്തില്ല. എത്ര കനത്ത വാക്കുകളാണ്. സ്തോത്രം. ശലോമോന്റെ ജ്ഞാനം വലിയ ജ്ഞാനമാണ്. ഇന്ന് അത്രയും ജ്ഞാനമില്ലാത്ത മനുഷ്യനൊക്കെ കാണിച്ചു കൂട്ടുന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ എത്രയോ വലുതാണ്. അങ്ങനെയെങ്കിൽ ആ കണ്ടുപിടുത്തം നടത്തിയവർ പോലും ഇതുവരെ ശലോമോന്റെ റേഞ്ചിൽ എത്തിയിട്ടില്ല. അപ്പോൾ ആരും ആരാധിക്കാത്തതുപോലെ ആരാധിച്ചവനെ ആരെയും അനുഗ്രഹിക്കാത്തതുപോലെ ദൈവം അനുഗ്രഹിച്ചു. ടെൻസിങ്ങും ഹിലാരിയും നമുക്കറിയാം, ഹിമാലയ മേഖലകൾ എവറസ്റ്റ് കീഴടക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചു, എന്തിനാ ഇത്രയും പ്രയാസമുള്ള ഒരു കാര്യം ചെയ്യുന്നത്? ഉടനെ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, എല്ലാവരും ചെയ്യുന്നത് പോലെ ഞങ്ങളും ചെയ്താൽ എല്ലാവർക്കും കിട്ടുന്ന സംതൃപ്തി ഞങ്ങൾക്കും കിട്ടും. പക്ഷെ ആരും ചെയ്യാത്തത് ഞങ്ങൾ ചെയ്താൽ ആർക്കും കിട്ടാത്ത സംതൃപ്തി കിട്ടും. ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ, അടുത്തിരിക്കുന്നവരെ മാതൃകയാക്കി ആരാധിക്കരുത്. അവര് എങ്ങനെ ആരാധിച്ചാലും എങ്ങനെ ആരാധിച്ചില്ലെങ്കിലും കൈയടിച്ചാലും ഇല്ലെങ്കിലും ദൈവം നമ്മുടെ വ്യക്തിപര ജീവിതത്തിൽ പ്രദാനം ചെയ്ത നന്മകളെ ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ചാൽ ഇന്ന് പകലിൽ വാ പൂട്ടി ഇവിടെ ഇരിക്കാൻ കഴിയത്തില്ല. അതരം അടച്ചിരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കൈ ശാന്തമായിട്ട് വെക്കാൻ നമുക്ക് പറ്റത്തില്ല. അത്രയധികം ഉപകാരങ്ങൾ ദൈവം നമ്മുടെ വ്യക്തിപര ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പോടെ ഇന്ന് പകലിൽ അർപ്പിക്കേണ്ടത് മുഴുവൻ ദൈവത്തിന് അർപ്പിച്ച് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചത് ഏറ്റുവാങ്ങി മടങ്ങാൻ കർത്തൃകരത്തിലേക്ക് നമുക്ക് നമ്മെ ഏൽപ്പിക്കാം. നമുക്ക് ഈ സങ്കീർത്തന ഭാഗത്തേക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 127, 128 സങ്കീർത്തനങ്ങൾ കുടുംബ സങ്കീർത്തനങ്ങൾ എന്ന ഒരു നാമകരണത്തിൽ പറയുന്നതിൽ തെറ്റില്ല. 127 സങ്കീർത്തനവും 128 സങ്കീർത്തനവും കുടുംബ സങ്കീർത്തനങ്ങൾ എന്നാണ് കാണാനായിട്ട് പറ്റുക. 27 സങ്കീർത്തനത്തിനകത്ത് 127 സങ്കീർത്തനത്തിനകത്ത് കൂടുതൽ പ്രാധാന്യത കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് മക്കളെ സംബന്ധിച്ചാണ്. 128 സങ്കീർത്തനത്തിനകത്ത് യഹോവയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങളാണ് ഈ 2 സങ്കീർത്തനങ്ങളുടെ അകത്തെയും പ്രമേയങ്ങൾ. നമുക്കറിയാം, ക്രിസ്തീയ കുടുംബത്തിന് എക്കാലവും സമൂഹത്തിൽ വളരെ പ്രാധാന്യതയുണ്ട്. നമുക്കത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. 127 സങ്കീർത്തനകത്ത് പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് പ്രാധാന്യതയോടുകൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഹൗസ് വാമിങ്ങിനൊക്കെ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ വചനം വിട്ട് വേറെ ഒരു കാര്യം പറയാനായിട്ടില്ല. ഇതിനകത്തുനിന്ന് തന്നെയാണ് നമ്മൾ എല്ലായ്പ്പോഴും എന്ന് പറയുന്നത്. ഓരോ വിഷയത്തോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 4, 3, 7 ആണ്. ഇന്നലെയും 4, 3, 7 ആണ്. ഇന്നും 4, 3, 7 ആണ്. നാളെയും എന്ത് തന്നെയാണ്? 4, 3, 7 ആണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഓരോ വിഷയത്തോട് ബന്ധപ്പെട്ടും ഒരുപക്ഷെ ഭാഷാ ശൈലിക്കോ അവതരണത്തിനോ വ്യത്യാസമുണ്ടായിരിക്കാമെങ്കിലും ആശയപരമായി ദൈവവചനത്തിനകത്തെ സത്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിലെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത്. 127 സങ്കീർത്തനത്തിലെ 4 പ്രധാനപ്പെട്ട കാര്യം: 1 വീട്, 2 സംരക്ഷണം, 3 ഭൗതികമായ നന്മ, 4 മക്കൾ. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 127 സങ്കീർത്തനത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം. ആദ്യത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. അപ്പോ നമ്മളൊക്കെ പാർക്കുന്ന മനോഹര ഭവനങ്ങളിൽ നാം പാർക്കുമ്പോൾ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് കിട്ടിയതല്ല. അതൊക്കെ നാം അധ്വാനിച്ച പണം അതിനകത്ത് മുടക്കിയിട്ടുണ്ട്. പക്ഷെ പണമുള്ള എത്രയോ പേര് തുടക്കമിട്ടിട്ട് ഇന്നും അടിസ്ഥാനങ്ങൾ കാട് കയറി കിടക്കുന്നു. അന്നേരമല്ലേ കടപ്പെടുത്തിയാണെങ്കിലും സ്വന്തം വീട്ടിൽ പാർക്കാൻ ദൈവം നമുക്ക് ശേഷി തന്നത് നമ്മുടെ പണബലം കൊണ്ടല്ല, നമ്മുടെ കായബലം കൊണ്ടല്ല, നമ്മുടെ പരിമിതികളുടെ മേൽ ദൈവത്തിന്റെ സാധ്യത വന്നു വീണപ്പോഴാണ് മനോഹര ഭവനങ്ങളിൽ നമുക്ക് പാർക്കാൻ ഇടവന്നതെന്ന് ഓർക്കുമ്പോൾ
സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് പറ്റും. ലക്ഷങ്ങൾ ബാങ്കിലിട്ടിട്ടും പണി ആരംഭിച്ചിട്ട് ഒരു ഘട്ടത്തിലും പണിക്ക് പുരോഗതിയില്ലാതിരിക്കുമ്പോൾ, ഇന്ന് ഒരുപക്ഷെ വീടിന്റെ കടം അടച്ചു തീർക്കാത്ത നമ്മൾ മനോഹര ഭവനങ്ങളിൽ പാർക്കുമ്പോൾ ഒരു സത്യം തിരിച്ചറിയണം: ദൈവം നമ്മുടെ പണിക്ക് കൂട്ടുനിന്നത് കൊണ്ടാണ് നമ്മുടെ ഭവനത്തിന്റെ പണിയും പൂർത്തീകരിച്ചത്. അപ്പൊ ഒരു ഭക്തന് ഈ സങ്കീർത്തനത്തിൽ ദൈവം കൊടുക്കുന്ന കാര്യം: ഒന്ന്, വീട്; രണ്ട്, ദൈവം നമുക്ക് എന്ത് തരുന്നുണ്ട്? സംരക്ഷണം തരുന്നുണ്ട്. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ, പട്ടണം മാത്രമല്ലല്ലോ, ദൈവം നമ്മളെ കാക്കാതിരുന്നാൽ നമ്മൾ ആരും ഇന്നിവിടെ ജീവനോടെ ഉണ്ടാവുകയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തതുപോലെ മാരക രോഗങ്ങളൊന്നും വേണ്ടല്ലോ നമ്മൾ മരിക്കാനായിട്ട്. വേണോ? ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പേന്ന് കാലൊന്ന് വഴുതിപ്പോയി താഴോട്ട് വീണാൽ ഇടിക്കുന്ന സ്ഥലം മർമ്മമാണെങ്കിൽ പിന്നെ നമ്മൾ എഴുന്നേക്കേണ്ടി വരത്തില്ല. എന്നാൽ എത്രയോ വീഴ്ചകൾ വന്നവരാണ് നമ്മൾ. ബൈക്കിൽ നിന്ന് വീണവരില്ലേ, വണ്ടി ഇടിച്ചിട്ട് അപകടമുണ്ടാകാത്തവരില്ലേ, രോഗങ്ങൾ വന്നവരില്ലേ, എത്രയെത്ര വീഴ്ചകളാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത്. അവിടെയൊക്കെ നമുക്കൊരു സംരക്ഷണം കർത്താവ് തന്നതുകൊണ്ടാണ്. അപ്പൊ ഭക്തന് ദൈവം വീട് നൽകുന്നു, രണ്ട്, ഭക്തന് ദൈവം സംരക്ഷണം നൽകുന്നു, മൂന്ന്, ഭക്തന് ദൈവം ഭൗതികമായ നന്മകൾ നൽകുന്നു. തൻ്റെ പ്രിയനോ അവൻ എന്ത് ചെയ്യുന്നു? ഉറക്കത്തിൽ കൊടുക്കുന്നു. അത് നമ്മുടെ അക്ഷരീക ഐഹിക ജീവിതത്തിന്റെ ആവശ്യങ്ങളോട് ബന്ധപ്പെട്ട വസ്തുതകളെ ആ ഒരു പദത്തിൽ ഒതുക്കിയിരിക്കുക. അപ്പൊ ഭൗതിക നന്മ ദൈവം തരുന്നു. അടുത്ത ഭാഗമാണ് ദൈവം നമുക്ക് ആരെ തരുന്നു? മക്കളെ തരുന്നു. ക്രിസ്തീയ കുടുംബങ്ങൾ ബൈബിളിൽ പ്രാധാന്യതയുള്ള ഒരു വിഷയമാണ്. ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് ദൈവം നൽകിയ ഒരു പ്ലാൻ വിശദീകരിക്കുന്ന ഒരു വേദഭാഗം ഒന്ന് വായിച്ച് വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് വാക്കുകളെ ചുരുക്കാം. 29 യിരെമ്യാ പ്രവചനം 29 അതിൻ്റെ 5-6 വാക്യങ്ങൾ. ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്ന പ്രമാണത്തെ പ്രവാചകന്റെ അരുളപ്പാടായിട്ട് നമുക്ക് നൽകി തരുന്നു. അതിനകത്ത് ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നമുക്ക് കാണാൻ പറ്റും. യിരെമ്യാ പ്രവചനം 29-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. ശ്രദ്ധിച്ചേ, ഇവിടെ ക്രിസ്തീയ കുടുംബത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇത് പ്രവാസ കാലഘട്ടത്തോട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എങ്കിൽ കൂടി അതിനകത്ത് അനുഗ്രഹീതമായ ചില ആശയങ്ങൾ കിടപ്പുണ്ട്. അതിനെ ഒന്ന് ഓർഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ്? നല്ല വീടുകൾ പണിയണം, തോട്ടങ്ങൾ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ കൃഷിയിടങ്ങൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. 3, വിവാഹം കഴിക്കണം. 4, തലമുറകൾ ജനിക്കണം, കുറയാതെ എന്ത് ചെയ്യണം? പെരുകണം. അടുത്തത്, മക്കളുടെ വിവാഹം നടക്കണം, അവർക്കും എന്തുണ്ടാകണം? തലമുറകൾ ജനിക്കണം. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ളത് തിരിച്ചറിയണം. ഇന്ന് ഈ കുഞ്ഞിൻ്റെ സമർപ്പണ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ, കുടുംബത്തോട് ബന്ധപ്പെട്ട്, തലമുറകളോട് ബന്ധപ്പെട്ട് നാം അറിയേണ്ട ഒട്ടുവളരെ സത്യങ്ങൾ തിരുവചനത്തിൽ പലയിടങ്ങളിൽ ചിതറിക്കിടപ്പുണ്ട്. അതിലെ ചിലത് നാം ഇന്ന് പകലിൽ ഒന്ന് നോക്കി കാണുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. യവിനെയും റോസിനെയും ഒടുവിലെ ഫ്രണ്ടിലോട്ട് വിളിക്കുകയുള്ളൂ. എങ്കിലും നിങ്ങളും ശ്രദ്ധിക്കുക, ഇന്ന് പകലിൽ നാം ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി പൊതുപ്രയോജനത്തിനായി ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്കും അത് അനുഗ്രഹ കാരണമാകട്ടെ. ഒരുപാട് പുരോഗതി നമുക്ക് കൈവന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ നമുക്ക് ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തുവാനും മെച്ചപ്പെടുവാനും കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ച അനന്തരം സാക്ഷ്യത്തിന് വേണ്ടി സമയത്തെ വേർതിരിച്ച് ഒടുവിൽ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശങ്ങൾ പലതാണ്. ശ്രേഷ്ഠകരമായ പല ഉദ്ദേശങ്ങളിലെ ഒരു ഉദ്ദേശം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 18-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ആ ആ ആ
ആ ആ അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിനും ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചതിൻ്റെ പിറകിൽ മഹത്തരമായ ദൈവീക പദ്ധതികൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളപ്പോൾ തന്നെ തലമുറകളോട് ബന്ധപ്പെട്ട് താൻ കരുതേണ്ട, സൂക്ഷിക്കേണ്ട കുറെ കാര്യങ്ങൾ ദൈവാത്മാവ് അവിടെ തനിക്ക് വേണ്ടി വേർതിരിച്ചു കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തലമുറകൾ നമുക്ക് ദൈവം നൽകുന്ന ദാനമാണ് എന്നാണ് 127-ാം സങ്കീർത്തനത്തിൽ നാം ഇവിടെ വായിച്ചത്. ശ്രദ്ധിച്ചു നോക്കിക്കേ, വിവാഹം കഴിഞ്ഞതിന് ശേഷം തലമുറകൾ ഉണ്ടാവുക എന്നുള്ളത് ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ദൈവം തരുന്ന ഒരു ദാനമായിട്ടാണ് ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു കുടുംബത്തിൽ തലമുറ പിറക്കപ്പെടുന്നതോടുകൂടി മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം സമസ്ത മേഖലകളിലും വർദ്ധിക്കുകയാണ്. എല്ലാ മേഖലകളിലും എന്ന പോലെ മക്കൾ ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഏതോ ഒരു സന്ദർഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തേക്കാൾ അവരുടെ മനസ്സിൽ പതിയുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പം മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ എന്ന് പറഞ്ഞ് നാം ചെയ്യുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ജീവിതമാണ് അവര് ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ജീവിതമാണ് അവര് മാതൃകയാക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ ജനിച്ചു കഴിയുമ്പം മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുകയാണ്. ഞാനിത് പറയുമ്പം മക്കളും കൊച്ചുമക്കളും ആയവരോടാണ് ഇത് പറയുന്നത്. അവർക്കിതെന്ത് പ്രസക്തി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ആ നിലയിൽ അത് ബോധ്യമാകുന്ന ചിലർക്ക് വേണ്ടി പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടി ഒന്ന് പുനഃപരിശോധന നടത്തുവാൻ ഇത് കാരണമാകട്ടെ എന്നുള്ളത് മാത്രമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മക്കളോട് ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ കർത്തവ്യങ്ങൾ വളരെ വലുതാണ്. അതിലെ ചില കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ ഒന്ന് ഓർപ്പിക്കാം. പ്രഥമമായി നാം ചെയ്യേണ്ടത്, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ മക്കളോട് ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, മക്കളെ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് പ്രഥമം. ദൈവം നമുക്ക് ചെയ്യുന്ന ഒരു ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു നന്മ, അത് പ്രാപിച്ചു കഴിയുമ്പം ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശാരീരിക ബലം കൊണ്ടോ നമ്മുടെ കരുത്ത് കൊണ്ടോ അല്ല, നമുക്ക് തലമുറകൾ ലഭ്യമാകുന്നത് തലമുറകളെ ദൈവം നമുക്ക് ദാനമായി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു തിരിച്ചറിവിൽ ആദ്യമായി നാം മക്കളെ തരുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം. ഇവിടെ ഇന്ന് പകൽ ഈ സന്ദേശം ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന്റെ ഒരു കൃപയാൽ ലഭിച്ച കാര്യമാണ്. അതുകൊണ്ട് മക്കളില്ലാത്തവർ സങ്കടപ്പെടേണ്ട. അവർക്ക് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് അവർക്കും തലമുറകളെ കൊടുക്കും. കഴിഞ്ഞ രാത്രി ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നപ്പോൾ തലമുറകളില്ലാതെ നമ്മുടെ ഇടയിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ സ്തോത്രം ചെയ്തു. നമ്മുടെ കർത്താവ് വരും ദിവസങ്ങളിൽ മക്കളില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും തലമുറകളെ കൊടുക്കും എന്ന് വിശ്വസിച്ച് ഈ പകൽ ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നമുക്ക് തലമുറകളെ കിട്ടുന്നില്ലെങ്കിൽ അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വവും ദൈവത്തിന്റെ പദ്ധതിയുമാണ്. എന്നാൽ നമ്മുടെ ആഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ തലമുറകളെ ദൈവം നൽകണം. നമുക്ക് നന്ദി പറഞ്ഞു തുടങ്ങാം, സ്തോത്രം പറഞ്ഞു തുടങ്ങാം. പ്രാർത്ഥനയ്ക്കകത്ത് പല നിലകളിലുള്ള പ്രാർത്ഥനയുണ്ട്. നമുക്കറിയാം, ലാസർ ഉയർക്കുന്നതിന് മുൻപേ കല്ലറയ്ക്ക് വെളിയിൽ നിന്ന് കർത്താവ് നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഇതുവരെ നീ എൻ്റെ അപേക്ഷ കേട്ടു, ഇവിടെയും നീ എൻ്റെ അപേക്ഷ സാധിപ്പിക്കാൻ പോകുന്നത് കൊണ്ട് നന്ദി പറഞ്ഞിട്ടാ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോ അകത്തു കെട്ടപ്പെട്ടവനായി കിടന്ന ലാസർ പുറത്തു വന്നെങ്കിൽ ഒരുപക്ഷെ വിടുതലിനുള്ള ഒരു സാധ്യതയും നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കാണുന്നില്ലെങ്കിലും വിശ്വസിച്ചതുകൊണ്ട് ചിലത് കരത്തിൽ വന്നു എന്ന് ആഴമായി ഏറ്റെടുത്തുകൊണ്ട് ഒരു സ്തോത്രം പറയാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ തടഞ്ഞു വെച്ച തടസ്സങ്ങളെ മാറ്റി ദൈവം നമുക്കും അത്തരത്തിലെ ചില വിടുതലുകൾ നൽകാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്.
എന്ന് വെച്ചാൽ പ്രാപിക്കുന്നതിന് മുമ്പേ ചില കാര്യത്തിന് പ്രാപിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. സ്തോത്രം പറയുമ്പോൾ നമ്മുടെ കർത്താവ് അത് നമുക്ക് നൽകി തരും. ഒരിക്കലും എഴുത്തുകാരൻ പറഞ്ഞത്, കുടുംബം ഒരു പൂന്തോട്ടമാണെങ്കിൽ ആ പൂന്തോട്ടത്തിന് മനോഹാരിത ഉളവാക്കുന്ന പുഷ്പങ്ങളാണ് ആര്? തലമുറകൾ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? കുടുംബത്തെ ഒരു പൂന്തോട്ടത്തോട് തുലനപ്പെടുത്തിയാൽ തോട്ടത്തിൻ്റെ മനോഹാരിത അടുക്കടുക്കായി നട്ടുവെച്ച ചെടികൾ മാത്രമല്ല, പിന്നെയോ വ്യത്യസ്ത കളറുകളിൽ ആ ഓരോ ചെടികളിലും വിരിഞ്ഞു നിൽക്കുന്ന പൂവ്. അത് കാണുമ്പോഴല്ലേ അങ്ങോട്ട് ചെന്ന് ഒരു സെൽഫി എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നേ? അല്ലാതെ കുറേ ചെടി മാത്രം അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നത്തില്ല. അങ്ങനെയെങ്കിൽ മനോഹരമായ നമ്മുടെ കുടുംബങ്ങൾ എന്ന ഈ പൂന്തോട്ടത്തിന് അതിൻ്റെ മാറ്റുകൂട്ടുന്ന പുഷ്പങ്ങളാണ് നമ്മുടെ തലമുറകൾ. തലമുറകളെ ലഭിച്ചതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം പറയണം. ഒരുപക്ഷേ നമ്മുടെ അത്രയും നമ്മുടെ മക്കളായെങ്കിലും അവർക്ക് വേണ്ടി സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഒന്ന്, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ മക്കൾക്ക് വേണ്ടി നാം ദൈവത്തിന് എന്ത് പറയണം? നന്ദി പറയണം, സ്തോത്രം പറയണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മക്കൾക്ക് വേണ്ടി നാം നിരന്തരം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. യേശു കർത്താവ് ക്രൂശിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ യേശുവിന് പറ്റിയ ആ വലിയ കഷ്ടതയെക്കുറിച്ച് സ്ത്രീകളെല്ലാം കൂടി എന്ത് ചെയ്തു? കരഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞത്? എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. ലൂക്കോസിന്റെ സുവിശേഷം 23:28 അങ്ങനെയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് സഭയ്ക്കോ പാസ്റ്റർക്കോ അല്ല. അത് കഴിഞ്ഞേ ഉള്ളൂ. ദൈവം നമുക്ക് തന്ന മക്കൾക്ക് വേണ്ടി നമ്മളാണ് ഏറ്റവും ഗൗരവത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന്, മക്കളെ നൽകിയ ദൈവത്തിന് എന്നും നന്ദി പറയണം. രണ്ട്, മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മക്കളെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. മനസ്സ് തുറന്ന് അനുഗ്രഹിക്കണം. മക്കൾ കാണിക്കുന്നതൊക്കെ ഓർത്താൽ മിക്കവാറും നമുക്ക് അങ്ങനെ ചിലപ്പം പറ്റത്തില്ല. എങ്കിലും മനസ്സ് തുറന്ന് നമ്മൾ എന്ത് ചെയ്യണം? നോഹയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു. 2 പേരെ നോഹ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ഒരാളെ നോഹ ശപിച്ചു. ആ ശാപം ഫലിച്ചോ? ഫലിച്ചു. പ്രിയപ്പെട്ടവരെ, കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. എഴുതാപ്പുറം വായിക്കുകയല്ല, മറുപുറം വായിച്ച് കാരണം ഉണ്ടെങ്കിൽ പറ്റുമെന്നുകൂടി ഒരു വായന അതിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പം മക്കളാരും മാതാപിതാക്കളുടെ കോപം വലിച്ചു വയ്ക്കുന്ന ഒരേർപ്പാടും ചെയ്യരുത്. കുഞ്ഞുമക്കളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ. നഖം കടിച്ചൊക്കെ ഇരിക്കാറ് നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും ശാപം വരുത്തി വയ്ക്കുന്ന ഒരേർപ്പാട് നിങ്ങളായിട്ട് എന്ത് ചെയ്യരുത്. ഈ അനുഗ്രഹവും ശാപവും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട 3 കൂട്ടരുടെ ശാപത്തെക്കുറിച്ച് ഗൗരവമായിട്ട് കാണാം. ഒന്ന്, ഗുരുക്കന്മാരുടെ ശാപം, അത് വലിച്ചു വയ്ക്കരുത്. 2, ശുശ്രൂഷ മേഖലയിലുള്ള പുരോഹിത വൃന്ദത്തിൻ്റെ അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ ശാപം ഉണ്ടാകരുത്. 3, മാതാപിതാക്കളുടെ. അപ്പൊ ഈ 3 കൂട്ടരുടെ ശാപം വരുന്ന ഒരേർപ്പാട് നമ്മൾ എന്ത് ചെയ്യരുത്? ഉണ്ടാക്കി വെക്കരുത്. ചില ഘട്ടങ്ങളിലൊക്കെ മക്കളോട് നമ്മൾ ദേഷ്യപ്പെടും, എങ്കിലും ആവതും നമ്മുടെ വാക്കിൽ നിന്ന് അവർക്ക് ഒരു ശാപം ഉളവാകുന്നതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അതരത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമയാചിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് ആ തലമുറകളെ ഒന്ന് അനുഗ്രഹിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ പച്ച പിടിക്കുന്നത്, ഉയരുന്നത്, കർത്താവ് അവരെ പ്രയോജനപ്പെടുത്തുന്നത്, കർത്താവ് അവരെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നത്, കർത്താവ് ഈ തലമുറയിൽ നമ്മളെക്കാൾ കൃപയോടെ നമ്മുടെ തലമുറയെ കളത്തിൽ നിൽക്കുന്നത് കണ്ണ് നനഞ്ഞൊന്ന് കാണാൻ പറ്റുന്നത് ഏറ്റവും ഭാഗ്യമാണ്. കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. പ്രായമുള്ള മാതാപിതാക്കന്മാരൊക്കെ ഓർക്കണം, നിങ്ങളുടെ കുഞ്ഞ് ഒരു വേദിയിൽ നിൽക്കുന്നു, ശുശ്രൂഷിക്കുന്നു, പാട്ടുപാടുന്നു, അല്ലെങ്കിൽ ഒരു കൃപാവരം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിലയിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ അത് കാണുമ്പം നമ്മുടെ കണ്ണറിയാതെ നനഞ്ഞു പോകത്തില്ലേ? അങ്ങനെ ഒന്ന് നമ്മുടെ തലമുറകളിൽ കൂടി കാണാൻ, നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിരന്തരം അവർക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയാൻ, നിരന്തരം അവരെ അനുഗ്രഹിക്കാൻ
മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. കേട്ടവർക്ക് ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെ ആവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? അരിശം വരും. കേൾക്കാത്ത ചിലർ കൂടി ഉണ്ടെങ്കിൽ അവരും കൂടി കേൾക്കട്ടെന്ന് കരുതിയാണ് ചില ഉദാഹരണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ആവർത്തിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കാം. നമുക്കറിയാം ഡേവിഡ് ലിവിങ്സ്റ്റന്റെ അമ്മ, ഞാനിവിടെ എനിക്ക് വന്ന 2-3 ഒന്നുമല്ല, അത് കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അനുഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ എപ്പോഴും പറയുന്നു, നമ്മുടെ മനസ്സിൽ മറവി എന്ന് പറഞ്ഞ ഒരു സാധനം ഉള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ അത് നമുക്കൊരു നന്മയാണ്. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ അമ്മ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ കൊച്ചുനാളിൽ തൻ്റെ കൊച്ചനെ മടിയിൽ പിടിച്ചിരുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ച് ഈ കണ്ണുനീര് മുഴുവൻ തലേ വീണ് തൻ്റെ ദേഹത്തുകൂടി ഒഴുകും. ഇതായിരുന്നു അവരുടെ പതിവ്. പ്രായമായി വരുന്ന ഒരു ഘട്ടത്തിൽ അമ്മയോട് ചോദിച്ചു, എന്തിനാ എന്നെ പിടിച്ച് അമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് മടിയിലിരുത്തി അമ്മ കരഞ്ഞിട്ട് അമ്മയുടെ കണ്ണുനീരെല്ലാം കൂടി എൻ്റെ തലയിൽ കൂടി വീണ് ദേഹത്തൂടെ ഒക്കെ ഒഴുകുന്ന എന്തിനാന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, എൻ്റെ കണ്ണുനീര് നിന്റെ തലയോട്ടിയെ താമരം പോലെ കടുപ്പമുള്ളതാക്കും. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ജീവചരിത്രം ഇപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ക്രിസ്തീയ ബുക്ക് സ്റ്റാളുകളിൽ. കാലത്തിൻ്റെ മുമ്പോട്ടുള്ള നീക്കത്തിൽ സ്കോട്ട്ലൻഡുകാരനായിരിക്കുന്ന ഈ മനുഷ്യൻ അവിടെ നിന്ന് ആഫ്രിക്കയുടെ ഉൾവനങ്ങളിൽ നരഭോജികളുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനവുമായിട്ട് കടന്നുപോയി. നമുക്കറിയാം, കൂർത്ത അമ്പും വില്ലും കൊണ്ട് വിഷം പുരട്ടി അമ്പ് തൊടുത്ത് മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ അവരുടെ മുമ്പിൽ വരുന്നതിന് എന്തും ആഹാരമാക്കുന്ന നരഭോജികളുടെ ഇടയിൽ ഒന്നും അറിയാത്ത ലിവിങ്സ്റ്റൺ തൻ്റെ ചെറുപ്പകാലത്തിൽ പോയി. ഒരു ഗ്യാങ്ങിൽ അദ്ദേഹം അകപ്പെട്ടു. താൻ നോക്കുമ്പോൾ കൂർത്ത അമ്പുകൾ തനിക്ക് നേരെ തൊടുക്കുവാൻ ഒരുക്കമുള്ളവരായി നിൽക്കുന്ന സംഘത്തെ കണ്ടപ്പോൾ തനിക്കിനി ഒന്നും ഇവിടെ ചെയ്യാനില്ല, ഒന്ന് ഭാഷവശമില്ല, ഒന്നും ചെയ്യാനില്ല. മുഴങ്കാലിൽ നിന്ന് കണ്ണുമടച്ച് ധ്യാനനിരതനായ ആ മനുഷ്യൻ കുറേ അധിക സമയം അങ്ങനെ ധ്യാനത്തിൽ മുൻപോട്ട് പോയി. അവൻ്റെ മുഖത്തൊരു സൂര്യ തേജസ് വെളിവായി. കുറേ നേരത്തിന് ശേഷം ഈ മനുഷ്യൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തന്നെ അപായപ്പെടുത്താൻ തൻ്റെ ചുറ്റും കൂടി വന്ന ആ സംഘം മുഴുവൻ അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്ന കാഴ്ച. കാലങ്ങൾ കുറെ കൂടെ മുൻപോട്ട് പോയപ്പോൾ അതിലെ ഒരു സംഘത്തലവൻ ഒരിക്കൽ ലിവിങ്സ്റ്റണോട് പറഞ്ഞു, അന്നൊരിക്കൽ നിന്നെ അപായപ്പെടുത്താൻ വന്ന സംഘത്തിൻ്റെ നേതാവായിരുന്നു ഞാൻ. എൻ്റെ കയ്യിലുള്ള അമ്പ് നിന്റെ തലയോട്ടിയെ ലക്ഷ്യമാക്കി എഴുതിവിടാൻ നോക്കിയപ്പോൾ നിന്റെ തലയോട്ടിക്ക് ഒരു അസാധാരണമായ കടുപ്പം തോന്നിയത് കൊണ്ട് ഞാൻ അന്ന് നിന്നെ വെറുതെ വിട്ടതാ. പ്രാർത്ഥനാ മുറിയിൽ വർഷങ്ങൾക്ക് പുറകിൽ അമ്മ പറഞ്ഞു, എൻ്റെ കണ്ണുനീർ നിന്റെ തലയോട്ടിയെ താമരം പോലെയാക്കും. പ്രൈസ് ഗോഡ്. എന്ന് വെച്ചാൽ അശരീകമായി ലിവിങ്സ്റ്റന്റെ തലയോട്ടി താമരമായെന്നല്ല, അവന്റെ തലയ്ക്ക് വില പറയാൻ പിശാച് ഒരു വ്യക്തിയെ ഉപയോഗിച്ച ഘട്ടത്തിൽ സംരക്ഷണത്തിനായി അവന്റെ തലയോട്ടിയെ നോക്കിയവന് ഒരു കടുപ്പമുള്ള വസ്തു പോലെ അവന്റെ തലയോട്ടിയെ തോന്നുമാറാക്കി. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ട് പഠനത്തിന് വേണ്ടി വിദൂരങ്ങൾ താണ്ടുമ്പോൾ അവരെ ആരൊക്കെ കണ്ടുമുട്ടുന്നു, ആരുമായിട്ടൊക്കെ ഇടപെടുന്നു, ആരവർക്ക് ദോഷം ചെയ്യുന്നു, ഇതൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ കണ്ണുനീര് തലമുറകളുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ഉലകത്തിന്റെ ഏതു കോണിലും നമ്മുടെ കണ്ണുനീര് തലമുറയ്ക്കൊരു പ്രൊട്ടക്ഷൻ ആകുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. മോശക്കുഞ്ഞിനെ ഒരുപാട് കുഞ്ഞുങ്ങളെ ചീങ്കണ്ണി ആഹാരമാക്കിയ നൈൽ നദിയിലോട്ട് ഉണ്ടാക്കിയ ഒരു പേടകത്തിന്റെ അകത്ത് ഇറക്കി വെക്കുന്നതിന് മുൻപേ ചരിത്രം പറയുന്നു, കണ്ണുനീരിൽ പൊതിഞ്ഞ് ഇറക്കിയ കുഞ്ഞിനെ നൈൽ നദിയിലെ ഒരു ചീങ്കണ്ണിക്കും തൊടാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ തലമുറകൾ സംരക്ഷിക്കപ്പെടട്ടെ. നമ്മുടെ കണ്ണുനീര് കൊണ്ട് നമ്മുടെ തലമുറകൾ സംരക്ഷിക്കപ്പെടട്ടെ. വലിയ ഒരു ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് തലമുറയ്ക്ക് വേണ്ടി ശേഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ കുഴപ്പമൊന്നുമല്ല, ദൈവം അവർക്കത് നൽകും. എന്നാൽ നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥന കൊണ്ട് നമ്മുടെ തലമുറയെ സംരക്ഷിക്കാൻ മാതാപിതാക്കളായ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. സന്തോഷത്തോടെ ഒരു സ്തോത്രം പറഞ്ഞാടെ. അപ്പൊ ആവതും അനുഗ്രഹത്തിന്റെ വാക്കുകൾ കുഞ്ഞുങ്ങളോട് എന്ത് ചെയ്യണം? പറയണം. ഇനി അടുത്തത്, മക്കൾക്ക് വേണ്ടി ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളെയൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഇവൻ എന്നാ പഠിത്തം ഉണ്ടായിട്ടാ ആ ദൂതൊന്നും അങ്ങനൊന്നും പറയരുത്. അവന് വിദ്യാഭ്യാസം ഉണ്ടേലും ഇല്ലേലും, അവന് വിവരം ഉണ്ടേലും ഇല്ലേലും, അവന് കുസൃതി ഉണ്ടേലും ഇല്ലേലും, അവന്റെ തലയിൽ കൈവച്ച് ദൈവമാണ് ഒരു ദൂത് പറഞ്ഞതെങ്കിൽ നീ അതിനെ എന്തിനാ വില കുറച്ച് കാണുന്നത്? നാം നമ്മുടെ തലമുറകളെ ഇന്ന് കാണുന്നു, നമ്മുടെ തലമുറകളെ നാളുകളിൽ ആരാകുമെന്ന് അറിയാവുന്ന കർത്താവാണ്
അവർക്ക് വേണ്ടി ആലോചന തന്നിട്ടുള്ളത്. തലമുറകൾക്ക് വേണ്ടിയുള്ള ഒത്തിരി വചനങ്ങൾ തിരുവഴുത്തിലുണ്ട്. 2-3 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചു, ഞാൻ ദീർഘമാക്കാതെ നിർത്താം. യെശയ്യാ പ്രവചനം 44:3 വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ. ഇത് സന്തതികൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. അത് ഭണ്ഡാരമുണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്കെന്ന കാര്യമൊന്നും ഓർക്കാതെ നമ്മുടെ പ്രാർത്ഥനാ വേളയിൽ നമ്മുടെ തലമുറകളുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി ഇത് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും പറ്റും. 2:54-13 വായിച്ച്. 54:13. വേറൊരാൾക്ക് 59:21 കൂടി വായിക്കാം. നിന്റെ മക്കളെല്ലാം യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ മക്കൾ ഇന്ന് സമാധാനക്കേട് വരുത്തുന്നവരാണെങ്കിലും ഈ വാഗ്ദത്തം അവർക്ക് വേണ്ടി അങ്ങ് വിശ്വസിക്കുക. ഇന്ന് സമാധാനക്കേട് വരുത്തിയ കുഞ്ഞുങ്ങളിൽ കൂടി നാളെ നമുക്കൊരു സമാധാനം കിട്ടുമെന്ന് നമ്മുടെ കർത്താവിൻ്റെ വചനം ഒരിക്കലും ഭോഷ്ക് പറയത്തില്ല. 59:21 കൂടി വായിച്ചു. 59:21. ഞാൻ അവനോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല. ഇതുപോലെ തലമുറകൾക്ക് വേണ്ടിയുള്ള ഒത്തിരി വാഗ്ദത്തങ്ങൾ തിരുവചനത്തിലുണ്ട്. ഈ വാഗ്ദത്തങ്ങളൊക്കെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് ഇതൊന്നും വിശ്വസിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷെ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എന്തെല്ലാം കാര്യം പറഞ്ഞു. മക്കളെ നൽകിയ ദൈവത്തിന് മാതാപിതാക്കൾ എന്ത് ചെയ്യണം? നന്ദി പറയണം. അടുത്തത്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളെ എപ്പോഴും അനുഗ്രഹിക്കണം. മക്കൾക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അടുത്തത്, മക്കൾക്ക് നല്ല ദാനങ്ങൾ എന്ത് ചെയ്യണം? നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല വിദ്യാഭ്യാസം, നല്ല ഉപദേശങ്ങളൊക്കെ നമുക്ക് എന്തെല്ലാം മെച്ചമായി ചെയ്യാൻ പറ്റുമോ? നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ വസ്ത്രമൊന്നുമല്ല, നമ്മുടെ സാധ്യതകളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെച്ചമെന്നേ ഉള്ളൂ എന്നുള്ളത് കരുതിയാൽ മതി. ഇപ്പം എല്ലാവരുടെയും സാമ്പത്തിക ശേഷി ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ വലിയ വീട്ടിലെ ഒരാൾ കാണിക്കുന്ന പോലെ ചെറിയ വീട്ടിലെ ഒരാൾ കാണിക്കണമെന്നല്ല അതിനകത്തെ അർത്ഥം. നമ്മുടെ പരിമിതിയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മെച്ചപ്പെട്ടത് എന്ത് ചെയ്യണം? ചെയ്യുക എന്നുള്ളതേ അതിനകത്ത് അർത്ഥമുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പോൾ നല്ല ദാനങ്ങളെ മക്കൾക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. ഇതാണ് മക്കളെ സംബന്ധിച്ചിട്ടുള്ള മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. ഇനി അടുത്തത്, മക്കൾ എന്തെങ്കിലും തിന്മ പ്രവൃത്തിയോ ദോഷപ്രവൃത്തിയോ ചെയ്താൽ അതിന് കൂട്ടു നിൽക്കരുത്. കൊള്ളരുതായ്മയാണെങ്കിൽ കൊള്ളരുതായ്മയാണെന്ന് പറയണം. അടി കൊടുക്കേണ്ടതാണെങ്കിൽ അടി കൊടുക്കണം. സാക്ഷ്യവാക്യത്തിലോട്ടൊക്കെ വരും മാതാപിതാക്കൾക്കുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവിടെയുണ്ട്. വടിയെ സ്നേഹിക്കുന്നവൻ മകനെ എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു എന്നാണ്. സ്തോത്രം. സാക്ഷ്യവാക്യങ്ങൾ വായിച്ചാൽ ഒത്തിരി വാക്യമുണ്ട്. വടി ഉപയോഗിക്കേണ്ട സമയത്ത് വടി ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഒലക്ക ഉപയോഗിച്ചാലും പ്രയോജനം ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ ബൈബിളിൽ എന്തുണ്ട്? വടി ഉപയോഗിക്കേണ്ട സമയത്ത് വടി ഉപയോഗിക്കാത്തവർ പിന്നീട് ഉലക്ക ഉപയോഗിച്ചാലും പ്രയോജനം കിട്ടത്തില്ല. ഭോഷനെ ഉരലിലിട്ട് ഉലക്ക കൊണ്ട് അവിൽ പോലെ ഇടിച്ചാലും അവൻ്റെ ഭോഷത്വം അവനെ കുത്തി നമ്മുടെ കൈ ഒടിയല്ലാതെ അവനത് മാറ്റം വരത്തില്ല. മാറ്റം വരുത്താൻ പറ്റുന്ന മേഖലയിൽ ചെയ്യേണ്ടത് ചെയ്താൽ അത് പിന്നീട് നമുക്ക് നന്മയാകും. അപ്പോൾ തിന്മയ്ക്കൊരിക്കലും, മക്കൾ ചെയ്യുന്ന തിന്മ പ്രവൃത്തികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്? കൂട്ടു നിൽക്കരുത്. അടുത്തത്, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ മക്കളോടുള്ള ഉത്തരവാദിത്വം, അവരെ വചനം പഠിപ്പിക്കണം. ആവർത്തന പുസ്തകത്തിലൊക്കെ നമുക്കത് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 4:7 മാത്രം വേണേ ഒന്ന് വായിച്ചു. ഒത്തിരി വാക്യങ്ങളുണ്ട്, സമയം നമ്മുടെ മുമ്പിൽ ഒത്തിരി കടന്നുപോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ആവർത്തനം 4:7. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? 6-ാമത്തെ അധ്യായം
6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഈ വചനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം, നമ്മൾ ധ്യാനിക്കണം. ഇത് നമ്മുടെ തലമുറകൾക്ക് നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം. ഒട്ടുവളേറെ വാക്യങ്ങൾ ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇതാണ് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ മക്കളോട് ബന്ധപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട മേഖല, ഇനിയുള്ളത് ഓരോ വാക്കുകളിൽ അങ്ങ് പറഞ്ഞു വിടാം. ഇതൊക്കെ നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളല്ല, തിരുവഴുത്തിൽ അറിയാവുന്ന കാര്യങ്ങളും ദീർഘകാലങ്ങളായി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളുമാണ്. കുഞ്ഞുങ്ങളെ നാം അച്ചടക്കത്തിൽ എന്ത് ചെയ്യണം? വളർത്തണം. അച്ചടക്കത്തിൽ വളർത്തണം. അച്ചടക്കം എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഒത്തിരി അർത്ഥങ്ങൾ അതിനകത്തുണ്ടെങ്കിലും അച്ചിനകത്തടയ്ക്കുക എന്നുള്ളതാണ് അതിനകത്തെ ഒരർത്ഥം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, പണ്ടൊക്കെ പല്ലക്കുണ്ടായിരുന്നു, രാജാക്കന്മാരെ കൊണ്ടുപോകുന്ന പല്ലക്കുകൾ ഉണ്ടായിരുന്നു. ഈ പല്ലക്കിന് പണ്ടൊക്കെ ഈ മുള ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ ഈ മുള വളർന്നു വരുമ്പോൾ അതിന് പുറത്തുള്ള ഒരു ചട്ടം ഏത് ഷേപ്പിലാണോ അതിനാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും മുള എന്ത് ചെയ്യുക. ഇതുപോലെ അച്ചിനകത്താക്കുക, ഉദ്ദേശിക്കുന്ന ക്രമത്തിൽ അവർ വളർന്നു വരണമെങ്കിൽ അതിന് പാകമായ പരുവപ്പെട്ട ഒരു സാഹചര്യ പശ്ചാത്തലം ഒരുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ പാവല് നട്ടു വയ്ക്കുമ്പം പാവയ്ക്കയ്ക്ക് വളർന്നു വരുമ്പം വളഞ്ഞും തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ വളരാനായിരിക്കും ചിലപ്പം പാവയ്ക്കയ്ക്ക് താല്പര്യം. പക്ഷേ വിപണിയിൽ ഇതിന് മാന്യമായിട്ടുള്ള ഒരു വില കിട്ടാനും ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തി മറ്റുള്ളവരുടെ മുമ്പിൽ ലഭിക്കണമെങ്കിൽ പാവയ്ക്കയുടെ ചുവട്ടിൽ എന്ത് ചെയ്യും? അതിൻ്റെ അറ്റത്തൊരു കല്ല് കെട്ടി തൂക്കിയിടും. എന്തിന്? അത് കൃത്യമായ പരുവത്തിൽ വളരേണ്ടതുപോലെ വളരാൻ വേണ്ടി കർഷകർ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ അച്ചടക്കം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേഗത്തിൽ ചില പദപ്രയോഗങ്ങൾ മക്കളെ വളർത്തുന്നതിനോട് ബന്ധപ്പെട്ട് തിരുവചനം പറയുന്നത് അറിയാവുന്ന കാര്യം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. എഫേസ്യർ 6-ന്റെ 4-ാമത്തെ വാക്യം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. ഇവിടെ പറഞ്ഞാൽ ഒരു കാര്യം പെശകും. ഈ മക്കളെ വളർത്തണമെന്നുള്ള ഉപദേശം ആരെ വിളിച്ചാണ് പറയുന്നത്? പിതാക്കന്മാരെ വിളിച്ചാ പറയുന്നത്. അതങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 23-ാം വാക്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 50:23. അപ്പൊ യോസേപ്പിന്റെ മക്കളും കൊച്ചുമക്കളും വളർന്നത് ആരുടെ മടിയിലാണ്? വളർത്തുക എന്നുള്ള ഉദ്ദേശം തിരുവചനം പറയുന്നത് പിതാക്കന്മാരുടെ ഒരു ഉത്തരവാദിത്വമായിട്ട്. കാലത്തിന്റെ മുമ്പോട്ടുള്ള നീക്കത്തിൽ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ മാതാക്കളെ ഏൽപ്പിക്കുന്നു. എന്തേലും കുഴപ്പം വന്നാൽ നമ്മൾ പറയും വളർത്തുദോഷമാണ്, നിന്റെ വളർത്തുദോഷമാണ്. അതാണ് പൊതുവെ കണ്ടുവരുന്നത്. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ മക്കളെ വളർത്തുന്നതിനോട് ബന്ധപ്പെട്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം, അവരെ ബാലശിക്ഷയിൽ എന്ത് ചെയ്യണം? വളർത്തണം. ബാലശിക്ഷയിൽ. ട്രെയിനിങ്, ഡിസിപ്ലിൻ എന്നൊക്കെയാണ് പല വേഷനിലും കൊടുത്തിരിക്കുന്നത്, വിശദീകരിക്കുന്നില്ല. ഒന്ന്, ബാലശിക്ഷയിൽ വളർത്തണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പദം അവിടെ തന്നെ ഉണ്ട്, പത്യോപദേശത്തിൽ എന്ത് ചെയ്യണം? ശിക്ഷണം കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉപദേശം കൂടി കൊടുക്കണം. ലളിതമാണ്. കുഞ്ഞ് ഒരു തെറ്റ് ചെയ്തു, നമ്മൾ വടി ഒടിയുന്നത് വരെ, ഒരു വടി ഒടിഞ്ഞു, അതുകൊണ്ട് നമ്മുടെ അരിശം തീർന്നില്ല, രണ്ടാമതും വെട്ടി അതും ഒടിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് കൊച്ചൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ പാപ്പ എന്നെ അടിക്കുന്നത്? നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കൈ കിട്ടുന്നത് വെച്ച് അടിക്കുമ്പോൾ അടി നല്ലതാണെങ്കിലും എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന് കുഞ്ഞിന് എന്ത് ചെയ്യണം? ബോധ്യം വരുത്തണം. അപ്പോൾ ബാലശിക്ഷ കൊടുക്കേണ്ട സമയത്ത്, വടി ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കണം. അതൊന്ന്. രണ്ട്, അപ്പോൾ തന്നെ ഉപദേശം കൂടി എന്ത് ചെയ്യണം? നൽകണം. പത്യോപദേശത്തിൽ അവരെ വളർത്തണം. ബൈബിളിൽ പ്രധാനമായിട്ട് 3 ഉപദേശങ്ങളാണ്. ഒന്ന് സതുപദേശം അല്ലെങ്കിൽ പത്യോപദേശം, 2 ദുരുപദേശം, 3 ഭൂതങ്ങളുടെ ഉപദേശം. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഉപദേശങ്ങളുടെ വകുപ്പുകൾ കാണാം. ഇവിടെ പറയുന്നു, സതുപദേശത്തിൽ, പത്യോപദേശത്തിൽ വചനപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം?
വളർത്തണം. ഓരോ നാടിനും നാടിൻ്റെ സംസ്കാരമുണ്ട്, കൾച്ചറുണ്ട്. അതിനനുസരിച്ചല്ല തലമുറകളെ വളർത്തേണ്ടത്. പിന്നെയോ ദൈവവചനത്തിൽ തലമുറകളെ എങ്ങനെ വളർത്തണമെന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ടോ അതിനാനുപാതികമായിട്ട് അവരെ വളർത്തണം. അങ്ങനെ വളർത്തപ്പെട്ടത് കൊണ്ടല്ലേ എബ്രായ ബാലന്മാർ അന്യദേശത്ത് ചെന്നിട്ട് ആകാത്ത ഭക്ഷണം അവരുടെ മുമ്പിൽ വന്നപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾക്കിത് ഭക്ഷിച്ചുകൂടാ. ആരാധനാ വിഷയം വന്നപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾക്കിതിനെ വണങ്ങിക്കൂടാ. കാരണം അവരുടെ വീട്ടിൽ വചനത്തിന് ആനുപാതികമായ ഉപദേശം കിട്ടിയത് കൊണ്ട് അന്യരാജ്യത്ത് അവർ ചെന്നപ്പോ പ്രലോഭനം വന്നു ഭക്ഷണ കാര്യത്തിൽ, ആരാധനാ കാര്യത്തിൽ. പക്ഷെ ഉപദേശം അകത്ത് കിട്ടിയതുകൊണ്ട് അവര് പറഞ്ഞു, ഞങ്ങൾക്കിത് ഭക്ഷിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്കിത് പാനം ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്കിതിന്റെ മുൻപിൽ വണങ്ങാൻ പറ്റത്തില്ല. കാരണം ഉപദേശം അവരുടെ അകത്ത് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ 1 ബാലശിക്ഷ, 2 പത്യോപദേശം, 3 പോറ്റി വളർത്തണം. ശിക്ഷ നൽകണം, ഉപദേശം നൽകണം. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം എന്ത് ചെയ്യണം? നൽകി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട 3 ഉത്തരവാദിത്വമുള്ള ശുശ്രൂഷകൾ തിരുവചനത്തിലുണ്ട്. പുരോഹിതൻ, പ്രവാചകൻ, രാജാവ്. നമുക്കറിയാം പഴയ നിയമത്തിലെ കരുത്തുറ്റ 3 പ്രധാനപ്പെട്ട ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവം അഭിഷേകം ചെയ്ത് ആക്കി വെക്കുന്ന സ്ഥാനങ്ങളാണ്. 1 പുരോഹിതൻ, 2 പ്രവാചകൻ, 3 രാജാവ്. പ്രധാനപ്പെട്ട 3 പേരെ ചരിത്രത്തിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലി പുരോഹിതനുമായിരുന്നു, പ്രവാചകനുമായിരുന്നു. ശമൂവേലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ന്യായാധിപനുമായിരുന്നു, പ്രവാചകനുമായിരുന്നു. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും പ്രവാചകനുമായിരുന്നു, രാജാവുമായിരുന്നു. പക്ഷേ പിതാക്കന്മാരെന്നുള്ള നിലയിൽ ഈ 3 പേരും പരാജയമായിരുന്നു. നല്ല പുരോഹിതൻ, നല്ല പ്രവാചകൻ, നല്ല രാജാവ്, നല്ല കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്തെങ്കിലും പിതാക്കന്മാർ എന്നുള്ള നിലയിൽ ഈ 3 പേരും ആരായിരുന്നു? പരാജയമായിരുന്നു എന്ന തിരുവചനം പറയുന്നു. അതിൻ്റെ കാരണങ്ങളും തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട്. ഏലിയെ സംബന്ധിച്ചിടത്തോളം 1 ശമൂവേൽ 3:13 പറയുന്നു, മക്കൾ തെറ്റ് ചെയ്തു, അത് അപ്പന് ബോധ്യമായി. പക്ഷെ അദ്ദേഹം അവരെ എന്ത് ചെയ്തില്ല? ശാസിച്ചമർത്തിയില്ല. മക്കളെക്കാൾ കൂടുതൽ അദ്ദേഹം ദൈവത്തെക്കാൾ കൂടുതൽ അദ്ദേഹം ആരെ ബഹുമാനിച്ചു? മക്കളെ ബഹുമാനിച്ചു. ഇനി ശമൂവേലിന്റെ ചിത്രം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹം ശുശ്രൂഷയിൽ ഭയങ്കര തിരക്കുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കളെ ശ്രദ്ധിക്കാൻ തനിക്ക് പറ്റിയില്ല. 8-ാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് പറയുന്നു, ശമൂവേലിന്റെ വഴിയിലല്ല അവന്റെ മക്കൾ നടന്നത്. ന്യായാധിപൻ എന്നുള്ള നിലയിലും പ്രവാചകൻ എന്നുള്ള നിലയിലും നന്നായിട്ട് ആ മനുഷ്യൻ ശോഭിച്ചു. പക്ഷെ പിതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പരാജയമായി. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, മക്കൾ തെറ്റ് ചെയ്തു, പക്ഷെ ഉപദേശിക്കാൻ ധാർമ്മികമായിട്ടുള്ള ഒരവകാശം ആർക്ക് നഷ്ടപ്പെട്ടു? ഇപ്പൊ പിതാവ് ബീഡി വലിക്കുന്നവനാണെങ്കിൽ മോൻ ബീഡി വലിക്കുമ്പം നീ ബീഡി വലിക്കണമെന്ന് പറയാൻ പറ്റുമോ? അപ്പൻ്റെ പണി നോക്കാൻ പറയും. കാരണം അത് ഉപദേശിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ആർക്കില്ല? വലിക്കുന്ന അപ്പൻ ഒരിക്കലും വലിക്കുന്ന മോനെ തിരുത്താനായിട്ട് പറ്റത്തില്ല. ആ തിരുത്തലൊട്ട് പ്രയോജനമാകത്തുമില്ല. 7-ാം കൽപ്പന ഉൾപ്പെടെ പലതിലും കാലിടറി വീണ ദാവീദിന് മക്കൾ ചെയ്ത തെറ്റ് കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റിയുള്ളൂ, ഉപദേശിക്കാൻ പറ്റിയില്ല. മക്കളെ ഉപദേശിക്കാനുള്ള ധാർമ്മിക അവകാശം ഒരിക്കലും നാമായിട്ട് തന്നെ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ 1 ബാലശിക്ഷയിൽ വളർത്തുക, 2 പത്യോപദേശത്തിൽ വളർത്തുക, 3 പോറ്റി വളർത്തുക. മക്കളെ സംബന്ധിച്ച് 4 കാര്യങ്ങൾ വേഗത്തിൽ പറയാം. 1, മക്കളെ കോപിപ്പിക്കരുത്, പ്രവോക്ക് ചെയ്യരുതെന്ന, ഇളക്കരുതെന്ന മാതാപിതാക്കളോട് പറയുന്നു. മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. 2-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മക്കളുടെ ആത്മീകത്തിന് നമ്മൾ ഒരിക്കലും എന്താകരുത്? വിലങ്ങുതടിയാകരുത്. പപ്പ ഇന്ന് പ്രാർത്ഥനയുണ്ട്, കയറിപ്പോടാ വീട്ടിൽ നിന്ന് പറയരുത്. നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും മക്കളെ എന്ത് ചെയ്യണം? സ്വതന്ത്രം. അപ്പം മക്കളുടെ ആത്മീക ജീവിതത്തിന് നമ്മൾ ഒരിക്കലും എന്താകരുത്? വിലങ്ങുതടിയാകരുത്. മക്കളെ കോപിപ്പിക്കരുത്, ആത്മീകതയ്ക്ക് വിലങ്ങുതടിയാകരുത്. 3-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മിക്കവാറും നമുക്കങ്ങനെ പറ്റായിക ഉണ്ടെങ്കിലും
നമ്മളത് സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ കുറ്റം മക്കളുടെ മുമ്പിൽ വെച്ച് മാക്സിമം പറയാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത്, അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കണം. പക്ഷേ അവരുടെ ശാഠ്യങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യരുത്? സാധിപ്പിച്ചു കൊടുക്കരുത്. ആവശ്യങ്ങൾ നിവർത്തിക്കണം, ശാഠ്യങ്ങൾ സാധിപ്പിച്ച് കൊടുക്കരുത്. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലഭൻ നീ എന്നഭയം, വന്നിടുമോ പിന്നെ ഭയം?